ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ദ വിങ്സ് ഓഫ് ഡ്രീംസിലെ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. തേർഡ് ചാപ്റ്റർ ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. ഫസ്റ്റ് 2 ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ കാണുക. എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും എല്ലാ ചോദ്യോത്തരങ്ങളും ഉൾപ്പെടുന്ന ക്ലാസ്സാണ്. തീർച്ചയായും നമുക്ക് ഒരുപാട് യൂസ് ആവുന്ന ക്ലാസ്സാണ് കേട്ടോ. ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് ചാപ്റ്റർ ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. ആരാണ് ആര്യ എന്നും എന്താണ് കഥ എന്താണെന്നൊക്കെ ഒരു ഇൻട്രോ നമ്മൾ ഇവിടെ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹൂ ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. ഈ കഥ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ പൈലറ്റ് ആവാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടീൻ്റെ കഥയാണ്. ആ കുട്ടിയുടെ പേരാണ് ആര്യ. മനസ്സിലായല്ലോ? ആര്യ ഇൻ ദ കോക്ക്പിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥ ആദ്യം വായിക്കാം കേട്ടോ. ആര്യ ഓൾവേസ് wanted ടു ഫ്ലൈ. അപ്പോൾ എന്താ കോക്ക്പിറ്റ് എന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അതായത് എന്താണ്, നമ്മൾ എയ്റോപ്ലെയിനിൽ പൈലറ്റ്മാരായിരിക്കുന്ന ആ ഒരു ഭാഗം കോക്ക്പിറ്റ് എന്ന് പറയാം. അവരിയ്ക്കുന്ന ആ ഒരു പോർഷൻ എന്താ പറയുക, കോക്ക്പിറ്റ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ആര്യ ഓൾവേസ് wanted ടു ഫ്ലൈ. ആര്യ എന്ന് പറയുന്ന കുട്ടി, ആര്യ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. ആര്യ ഓൾവേസ് wanted ടു ഫ്ലൈ. ആര്യക്ക് എപ്പോഴും എന്താണ് ആഗ്രഹം, പറക്കാനാണ് ആര്യക്ക് ഒരുപാട് ഇഷ്ടം. when she was 4 years old she wanted to be റോസമ്മ. അവൾക്ക് 4 വയസ്സുള്ളപ്പോൾ അവളുടെ ആഗ്രഹം എന്തായിരുന്നു, അവൾക്ക് റോസമ്മ ആവണം എന്നാണ് അവളുടെ ആഗ്രഹം. ഓക്കെ, ആരാണ് റോസമ്മ? ആര്യ saw her at the circus. റോസമ്മ was a trapeze artist. ഓക്കെ, ട്രപ്പെ ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, ട്രപ്പെ ആർട്ടിസ്റ്റ്. ഓക്കെ, റോസമ്മ എന്ന് പറയുന്നത് ആരായിരുന്നു? സർക്കസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ. സർക്കസിൽ ട്രപ്പേസ് ആർട്ടിസ്റ്റ്. ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്നില്ലേ, കണ്ടോ? നിങ്ങൾ സർക്കസ് ഒക്കെ കാണാൻ പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. ഈ കാലിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സാധനത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ഒരു ഒന്നിൽ നിന്ന് വേറെ ഒന്നിലേക്ക് പോകുന്ന, അതായത് പറന്ന് പോയി ഇതിൽ തന്നെ നിൽക്കും കുറേ നേരം ഈ ഒരു പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ഇതാണ് ട്രപ്പേസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്, ഒരു സ്ത്രീയാണ് റോസമ്മ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആര്യ അവരെ എവിടെ നിന്ന് വെച്ചാൽ കണ്ടത്? സർക്കസ് കാണാൻ പോയപ്പോൾ അല്ലേ. ആര്യ wanted ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. കണ്ടോ, ഇങ്ങനെ ഒരു സ്വിങ്ങിൽ നിന്ന് വേറൊരു സ്വിങ്ങിലേക്ക്, അവിടെ നിന്ന് വേറൊരു സ്വിങ്ങിലേക്ക്, അങ്ങനെ മാറി അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഇതിലൂടെ തന്നെ പറന്നുകൊണ്ട് എയറിൽ തന്നെ നിൽക്കുന്ന കുറേ നേരം. അതാണ് ട്രപ്പേസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, അത് കണ്ടപ്പോൾ ആര്യക്ക് എന്താഗ്രഹമായി? ആര്യ wanted ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. ഹെർ ക്ലോത്ത്സ് would glitters like Rosamma's. Hundreds of people would clap for her. She would eat cotton candy every day. Her best friend would be a clown. എന്തുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ ആഗ്രഹം വരാൻ കാരണം എന്തായിരുന്നു? ഒരു 4 വയസ്സുള്ളപ്പോൾ ആഗ്രഹമാണ് കേട്ടോ. കാരണം എന്താ, റോസമ്മ ഇങ്ങനെ ഒരു ഊഞ്ഞാലിൽ നിന്ന് വേറെ ഊഞ്ഞാലിൽ മറ്റേ എയറിൽ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അവളുടെ ക്ലോത്ത്, അതായത് റോസമ്മയുടെ ക്ലോത്തൊക്കെ എങ്ങനെയാണ്, ഹെർ ക്ലോത്ത്സ് വുൾ ഗ്ലിറ്റർ ലൈക്ക് റോസമ്മ. റോസമ്മയുടെ ഡ്രസ്സ് എങ്ങനെയായിരുന്നു, നല്ല തിളക്കുള്ള ഡ്രസ്സായിരുന്നു. അവൾക്ക് അവളുടെ ഡ്രസ്സും അതുപോലെ ആവണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം കേട്ടോ. 100 of people, അതുപോലെ തന്നെ റോസമ്മയുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് 100 കണക്കിന് ആളുകൾ എന്ത് ചെയ്യും, അതെ, ആ സർക്കസ് കാണാൻ വന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, ക്ലാപ്പ് ചെയ്യാറുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആര്യക്ക് എന്താ ആഗ്രഹമായി, അതെ, എനിക്കും റോസമ്മയെ പോലെ ആവണമെന്ന് ആഗ്രഹമായി അല്ലേ. She will eat cotton candy every day. Her best friend will be a clown. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ആര്യക്ക് റോസമ്മ ആവണമെന്നുള്ള ആഗ്രഹം തോന്നാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ. കാരണം അവൾ ഇന്ന് റോസമ്മ എന്താണ് എയറിൽ തന്നെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മുടെ ആര്യക്ക് ആരാവാൻ ആഗ്രഹം തോന്നിയത്, റോസമ്മയാവാൻ ആഗ്രഹം വന്നത്. Who did Arya want to be when she was 4 years old and why? 4 വയസ്സുള്ളപ്പോൾ ആര്യക്ക് ആരാവാനായിരുന്നു ആഗ്രഹം, എന്തുകൊണ്ട്? When Arya was 4 years old, she wanted to be Rosamma, a trapeze artist. Arya wanted to fly in the air from swing to swing. അപ്പോൾ ഒരു ട്രപ്പേസ് ആർട്ടിസ്റ്റ് ആവാനായിരുന്നു ആഗ്രഹം. കാരണം എന്തായിരുന്നു, ആര്യക്ക് ഇങ്ങനെ ഊഞ്ഞാലുകളിൽ നിന്ന് ഒരു ഊഞ്ഞാലിൽ നിന്ന് വേറൊരു ഊഞ്ഞാലിലേക്ക് വേണ്ടി എയറിൽ ഇങ്ങനെ പറന്ന് നടക്കണമെന്നായിരുന്നു ആര്യക്ക് ആഗ്രഹം. മനസ്സിലായല്ലോ? അടുത്ത പേജ്. When Arya was 8 years old, she wanted to be Kalpana Chawla. She made herself an orange spacesuit. She wore it day and night. Arya, aren't you feeling hot in that suit? Astronauts have to get used to the suit. Amma, space is not as safe as the earth is. My suit will protect me. When Arya was 12 years old, she wanted to be Amelia Earhart. She built a model plane for her school project. It couldn't fly, but she still got the second prize. Arya even got a haircut like Amelia.
ഓക്കെ, അങ്ങനെ ആര്യയ്ക്ക് 8 വയസ്സായി. ആര്യയ്ക്ക് 8 വയസ്സായപ്പോൾ when Arya was 8 years old she wanted to be കൽപ്പന ചൗള. ആരായി മാറണം? അതെ, കൽപ്പന ചൗളയെ പോലെ ഒരു astronaut ആയി മാറണം എന്നായിരുന്നു നമ്മുടെ ആര്യയ്ക്ക് ആഗ്രഹം വന്നത്. അങ്ങനെ അവൾ എന്ത് ചെയ്തു? അവൾ തന്നെ she made herself an orange space suit. അപ്പോൾ അതുപോലെ തന്നെ astronauts വിയർ ചെയ്യുന്ന പോലെ ഒരു ഓറഞ്ച് സ്പേസ് സ്യൂട്ട്, സ്പേസിൽ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം പോലെ ഒരു സ്പേസ് സ്യൂട്ട് ഒക്കെ ഉണ്ടാക്കി, ഒരു ഓറഞ്ച് കളർ. അവൾ എന്തും ചെയ്യാൻ തുടങ്ങി? അത് പകലും രാത്രി എല്ലാം അത് ധരിക്കാനും തുടങ്ങി അല്ലേ. അപ്പൊ അത് കണ്ടപ്പോൾ എന്താണ് അമ്മ ചോദിക്കുന്നത്? ആര്യ, ആർ യു ഫീലിംഗ് ഹോട്ട് ഇൻ ദാറ്റ് സ്യൂട്ട്? അപ്പൊ അത് ഇട്ട് നടക്കുമ്പോൾ നിനക്ക് ചൂട് തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആര്യ എന്താ പറയണത്? അതെ, astronauts have to get used to the suit അമ്മ. Space is not as safe as the earth is. My suit will protect me. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ astronauts അപ്പൊ അവൾക്ക് ആരാകാനായ ആഗ്രഹം? അതെ, അപ്പൊ 4 വയസ്സിലൊരു ട്രപ്പേസ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ 8 വയസ്സപ്പോൾ അവൾക്ക് ഒരു ആസ്ട്രോനോട്ട്, കൽപ്പന ചൗളയെ പോലെ ഒരു ആസ്ട്രോനോട്ട് ആവാനാണ് ആഗ്രഹം തോന്നിയത്. അതുകൊണ്ടാണ് അവൾ അത് ധരിച്ചു നടന്നത് അല്ലേ. അപ്പൊ അമ്മയോട് എന്താ പറയണത്? ആസ്ട്രോനോട്ട്സ് എല്ലാം തീർച്ചയായിട്ടും ഇത് ധരിക്കണം അമ്മ, കാരണം നമ്മുടെ എർത്ത് പോലെ സേഫ് അല്ല സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ എന്നെ ഇതെന്ത് ചെയ്യും? ഈ സ്യൂട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യും, എന്നെ സംരക്ഷിക്കും എന്ന് നമ്മുടെ ആര്യ അമ്മയോട് പറഞ്ഞു. അങ്ങനെ അവൾക്ക് 12 വയസ്സായി. when Arya was 12 years old, അങ്ങനെ 12 വയസ്സായപ്പോൾ അവൾക്ക് ആരാകാനായി ആഗ്രഹം? അതെ, ഒരു പൈലറ്റ് അല്ലേ, ഒരു പൈലറ്റ് ആവാനായി ആഗ്രഹം. അമേലിയ ഇയർഹാർട്ടിനെ പോലെ അവൾക്ക് ഒരു പൈലറ്റ് ആവാനായി ആഗ്രഹം. അങ്ങനെ അവൾ എന്ത് ചെയ്തു? ഒരു മോഡൽ പ്ലെയിൻ നിർമ്മിച്ചു. ഓക്കെ, ആ ഒരു സ്കൂൾ പ്രൊജക്റ്റിനായിട്ട് ഒരു മോഡൽ പ്ലെയിൻ നിർമ്മിച്ചു. പക്ഷെ ആ പ്ലെയിൻ പറക്കില്ലെങ്കിലും അവൾക്ക് ആ ഒരു പ്രൊജക്റ്റിന് അവൾക്ക് 2nd പ്രൈസ് കിട്ടി. അങ്ങനെ അവൾ എന്തും കൂടെ ചെയ്തു? അമേലിയെ പോലെ തന്നെ അവൾ ഹെയർ കട്ടൊക്കെ ചെയ്തു കേട്ടോ. Why did the 8-year-old Arya wanted to be കൽപ്പന ചൗള? എന്തുകൊണ്ടായിരിക്കും 8 വയസ്സുള്ളപ്പോൾ അവൾക്ക് കൽപ്പന ചൗള ആവാൻ ആഗ്രഹം തോന്നാൻ കാരണം? Arya admired Kalpana Chawla so much that she made her orange suit and wore it day and night. കാരണം അവൾക്ക് അത്രയധികം അവൾ എന്ത് ചെയ്തിരുന്നു? കൽപ്പന ചൗളയെ ഇഷ്ടമായിരുന്നു അല്ലെ, അവൾക്ക് നമ്മുടെ ആര്യയ്ക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾ എന്ത് ചെയ്തത്? അതുപോലുള്ള വസ്ത്രം, അതുപോലുള്ള ഓറഞ്ച് സ്യൂട്ടൊക്കെ ഉണ്ടാക്കി ഡേയും നൈറ്റൊക്കെ അതൊക്കെ വിയർ ചെയ്തുകൊണ്ടിരുന്നത്. Next, soon Arya heard of Angulya Bai Kummadammal and Sarla Dakral, the first Indian woman to fly a plane. Angulya Bai was just 16 years old. അപ്പോൾ അതിനുശേഷം അവൾ എന്ത് കേട്ടു? അതിനുശേഷമാണ് അവൾ ആംഗുലിയ ബൈനെ കുറിച്ച് കേട്ടത്. ആംഗുലിയ ബൈ ആരാണ്? ദ ഫസ്റ്റ് ആംഗുലിയ ബൈക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അവർ എന്ത് പറത്തിയത്? പ്ലെയിൻ പറത്തിയത് അല്ലേ. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ആണ് കേട്ടോ. വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. അവരുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആംഗുലിയ ബൈ കുമ്മഡമ്മാൾ ആൻഡ് സർല ദക്രാൽ. ഇവരാരാണ്? ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ എ പ്ലെയിൻ. ഇന്ത്യൻ വുമൺ ടു ഫ്ലൈ പ്ലെയിൻ പറത്തിയ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആംഗുലിയ ബായ് കുമ്മഡമ്മാൾ ആൻഡ് സർല ദക്രാൽ ഇവരാണ്. ആൻഡ് ആംഗുലിയ ബായ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് 16 വയസ്സേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. I can't wait till I am a teenager so you can drive. No, so you can vote. No, then what? So I can fly. When Arya was 18-year-old, she wanted to become a fighter pilot. അങ്ങനെ അവൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവൾക്ക് എന്താവണമെന്ന് ആഗ്രഹം? പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു അല്ലേ. പറക്കണം. അവൾക്ക് എന്തേ ഉണ്ടായിരുന്നുള്ളൂ? എനിക്ക് എത്രയും വേഗം പറക്കണം എന്നായിരുന്നു. അങ്ങനെ ആര്യയ്ക്ക് 18 വയസ്സുള്ള അപ്പോൾ അവൾക്ക് ആരാകണമെന്നായി ആഗ്രഹം? പൈലറ്റ് ആയാൽ പോരാ, എന്താവണം? ഫൈറ്റർ പൈലറ്റ് ആവണം എന്നായി ആഗ്രഹം. Who are they, ചേച്ചി? asked her little brother Raju, seeing a poster on her wall. അപ്പോൾ അവളുടെ ചുമരിൽ ഒട്ടിച്ചിരിക്കുന്ന ചിത്രം കണ്ടിട്ട് അവളുടെ ബ്രദർ ചോദിക്കുകയാണ്, ലിറ്റിൽ ബ്രദർ രാജു ചോദിക്കുകയാണ്, ആരാ ചേച്ചി അവരെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ആര്യ പറഞ്ഞു കൊടുക്കുകയാണ്, they are ഭാവന, ആവണി and മോഹന, the first women to fly fighter planes in India. നമ്മുടെ ഇന്ത്യയിലെ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് പറത്തിയ 3 സ്ത്രീകളാണ് ഭാവനയും ആവണിയും മോഹനയും. അപ്പോൾ ഇവിടെ നോക്കൂ, എന്താണ് ആദ്യമായി പ്ലെയിൻ അതായത് ആദ്യമായി ഫ്ലൈറ്റ് ചെയ്ത് ആദ്യമായി പ്ലെയിൻ പറത്തിയ അല്ലെങ്കിൽ പൈലറ്റായ നമ്മുടെ ഇന്ത്യൻ വുമൺ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആംഗുലിയ ബായി, ഗുമ്മഡമ്മാൾ ആൻഡ് സർല ദക്രാലാണ്. പക്ഷേ ഫസ്റ്റ് വുമൺ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ആണെങ്കിലോ ഭാവനയും ആവണിയും മോഹനയാണ് അല്ലേ. അപ്പൊ അവരുടെ ചിത്രമാണ് അത് കാണിച്ചു കൊടുത്തത്. ആർ ദേ യുവർ ഫ്രണ്ട്സ്? ഇവര് ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ എന്ന് നമ്മുടെ രാജു ചോദിക്കുകയാണ് ആര്യയോട്. അപ്പൊ ആര്യ ചിരിച്ചുകൊണ്ട് എന്താ പറയണത്? ആര്യ ലോഫ്ഡ്, മേ ബി സം ഡേ രാജു, ചിലപ്പോ എപ്പോഴെങ്കിലും ആവാം എന്ന് പറയാണ് അല്ലേ.
What did Raju ask Arya about the poster on her wall and how did Arya respond? എന്താണ് ആ ചിത്രം കണ്ടിട്ട് പോസ്റ്ററിലെ ചിത്രം കണ്ടിട്ട് ആര്യയോട് രാജു ചോദിച്ചത്? അതിന് ആര്യ എന്താണ് മറുപടി കൊടുത്തത്? എന്താ ചോദിച്ചത്? രാജു asked Arya who they were. ആരാണ് അവരെന്ന് ചോദിച്ചു. അപ്പോൾ ആര്യ എന്ത് റിപ്ലൈ കൊടുത്തു? ആര്യ replied that they were Bhavana, Avani and Mohana, the first women to fly fighter planes in India. And next എന്ത് സംഭവിച്ചു? Arya saved up money to attend flying school. She spent years studying. She sat along with pilots to learn from them. She worked hard and ate a lot of carrots. Amma always said carrots are great for the eyes. അങ്ങനെ അവൾ എന്ത് ചെയ്തു? പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കാൻ തുടങ്ങി അല്ലേ? ഫ്ലൈയിങ് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് എമൗണ്ട് ഒക്കെ മണിയൊക്കെ സേവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ ഒരുപാട് വർഷം പഠിച്ചു, പൈലറ്റ്സിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. അതുപോലെ അവൾ ഒരുപാട് ഹാർഡായി വർക്ക് ചെയ്തു, ഒരുപാട് ക്യാരറ്റ്സ് കൂടെ കഴിച്ചു പറയണ്ടല്ലേ. എന്തുകൊണ്ടാണ് ക്യാരറ്റ്സ് കഴിച്ചു പറയണത്? അമ്മ എപ്പോഴും പറയുമായിരുന്നു കണ്ണിന് നല്ലതാണ് ക്യാരറ്റ്സ് അമ്മ പറയുന്നു അല്ലേ. അപ്പോൾ പൈലറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലേ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരുപാട് ക്യാരറ്റ്സും കഴിക്കുമായിരുന്നു. ഫൈനലി ഷീസ് ready to sit in the cockpit herself. അങ്ങനെ അവസാനം അവൾ തയ്യാറായിരിക്കുകയാണ്. എവിടെ ഇരിക്കാൻ? അതെ, അതായത് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ തയ്യാറായി. ഇപ്പോൾ അവൾ കോക്പിറ്റിൽ കയറാൻ തയ്യാറായിരിക്കുകയാണ് അല്ലേ. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്പിറ്റ്. അവൾ ഇന്ന് ആദ്യമായിട്ട് കോക്പിറ്റിൽ ഇരിക്കാൻ പോകണം എന്ന് വെച്ചാൽ ആദ്യമേ അവൾ പറത്താൻ പോവാണ്, ആദ്യമേ അവൾ പറക്കാൻ പോവാണ്. ഇങ്ങനെ അവൾ പൈലറ്റായിട്ട് അവൾ പറത്താൻ പോവാണ്. She is very excited because there are 2 special passengers on her plane this morning. അപ്പോൾ ആ ദിവസം രാവിലെ അവൾക്ക് 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് കൂടിയുണ്ട്. Ladies and gentlemen, this is your captain Arya. Welcome abroad. ചേച്ചി, Raju was thrilled. Yes, my daughter. Raju's mother hugged him. ആരൊക്കെയായിരുന്നു അത്? അതെ, അവളുടെ ബ്രദറായ രാജുവും അവളുടെ അമ്മയായിരുന്നു. അവിടെ അന്നത്തെ അവളുടെ ആദ്യത്തെ എന്ത് സ്പെഷ്യൽ പാസഞ്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ അവൾ ആരായി? അതെ, ഒരു പൈലറ്റ്. അവൾ ആഗ്രഹിച്ച പോലെ തന്നെ പൈലറ്റ് ആയി അല്ലേ. അപ്പൊ ഇത് ഓദർ ആരാണ്? Nandita Jayaraj ആണ്. Nandita Jayaraj is an independent science journalist and author who co-founded the media platform telifscience.com. She is also an author of or co-author of many books such as Anna's Extraordinary Adventures with Weather, 31 Fantastic Adventures in Science, and most recently Lab Hopping, a journey to find India's woman in science. ഓക്കെ, അപ്പോൾ ഈ കഥ എഴുതിയിരിക്കുന്നത് നന്ദിത ജയരാജ് ആണ് ഓഥർ കേട്ടോ. അത് നമുക്കിനി ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, യു ഹാവ് റീഡ് അബൌട്ട് ആര്യാസ് ഡ്രീം. ഡു യു ഹാവ് ഡ്രീംസ്? വാട്ട് ഡു യു വോണ്ട് ടു ബിക്കം ഇൻ യുവർ ലൈഫ്? റൈറ്റ് അബൌട്ട് യുവർ ഡ്രീം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആര്യ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടോ, ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾക്ക് ആരായി മാറണം, നിങ്ങളുടെ ലൈഫിൽ ആരായി തീരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ഡ്രീം എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. My biggest dream is to become a scientist. നിങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ എഴുതേണ്ടത്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, സയന്റിസ്റ്റ് ആവണം എന്നതാണ്. I want to discover new things that can help people and make our world a better place. I love doing experiments and learning about science. I wish to invent machines and medicine that make life easier and healthier. I know that to become a scientist, I must study hard and be curious about everything. I will work with patience and dedication to make my dream come true. രണ്ടാമത്തെ ആക്ടിവിറ്റി, ഹിയർ ഇസ് എ ടൈം ലൈൻ ഓഫ് ആര്യസ് ആസ്പിറേഷൻസ് ആൻഡ് ഡ്രീംസ്. കംപ്ലീറ്റ് ദ ടൈം ലൈൻ ആൻഡ് റൈറ്റ് എ ഫ്യൂ സെന്റൻസ് അബൌട്ട് ഇറ്റ്. 4ാമത്തെ വയസ്സിലൊക്കെ ആരാഗ്രഹമായിരുന്നു ആഗ്രഹം? എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. 8 വയസ്സുള്ളപ്പോൾ an astronaut. 12 വയസ്സുള്ളപ്പോൾ എ പൈലറ്റ്. 18 വയസ്സുള്ളപ്പോൾ എ ഫൈറ്റർ പൈലറ്റ്. അത് വെച്ച് സെന്റൻസ് കൂടെ എഴുതാനാണ് പറയുന്നത് കേട്ടോ. When Arya was 4 years old, she wanted to be like Rosamma, a trapeze artist. Arya wanted to fly in the air from swing to swing. At the age of 8, her dream changed and she wanted to be like the astronaut Kalpana Chawla. At the age of 12, she wanted to be like Amelia Earhart, a pilot. Finally, by the age of 18, she learned about Indian women who flew aeroplanes and was determined to become a fighter pilot. After years of studying, she finally became a pilot. അപ്പോൾ 2 ആക്ടിവിറ്റി ഉള്ളൂ അല്ലേ. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റോറി? എല്ലാവർക്കും നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. നമ്മുടെ ആര്യ ഇൻ ദ കോക്പിറ്റ് എന്നുള്ള ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.